നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യാഴമാറ്റം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ 14-ാം തീയതിയാണ് വ്യാഴമാറ്റം ആരംഭിച്ചത്. 11 നക്ഷത്രക്കാർക്ക് വരുന്ന 3 വർഷക്കാലമാണ് ഇതിൻ്റെ മഹാഭാഗ്യം അനുഭവത്തിൽ വരുന്നത്. ധനത്തിനെ ഓർത്ത് നിങ്ങളുടെ എല്ലാവിധ വിഷമങ്ങളും, അതായത് ധനപരമായി നിങ്ങൾക്ക് നിലനിൽക്കുന്ന എല്ലാ വിഷമങ്ങൾക്കുമുള്ള പരിഹാരം അല്ലെങ്കിൽ വിഷമങ്ങൾക്കുള്ള മാറ്റം ഈ 3 വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണത്. ഈ മെയ് 14-ാം തീയതി മുതലാണ് ആരംഭമായിരിക്കുന്നത്. 11 നക്ഷത്രക്കാർക്ക് എഴുതി കുറിച്ച് വെച്ചോളൂ. 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാവിധ കാര്യങ്ങളും നേടിയെടുക്കാനായി സാധിക്കുന്നതാണ്. എങ്കിലും പ്രാർത്ഥന അനിവാര്യമായ സമയം കൂടിയാണിപ്പോൾ. നല്ല സമയമാണെന്നിരിക്കെ പ്രാർത്ഥനകൾ അനിവാര്യമായി വേണ്ടി വരുമ്പോൾ ഇരട്ടി ഭാഗ്യമായി ആ പ്രാർത്ഥനകളുടെ ഗുണം നിങ്ങളിലേക്ക് എത്തുന്നതുമായിരിക്കും. വരുന്ന 3 വർഷക്കാലമാണ് ഈ 11 നക്ഷത്രക്കാർക്ക് വളരെ വലിയ ഗുണാനുഭവങ്ങൾ ലഭിക്കാനായി പോകുന്നത്. അപ്പോൾ വ്യാഴമാറ്റം നിമിത്തമാണ് ഈ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുടങ്ങിയിരിക്കുന്നത്. 14-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ധാരാളം ധനം വന്നു ചേരുന്നതാണ്. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇനി ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പേരും പ്രശസ്തിയും പ്രതാപവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു 3 വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ മെയ് 14-നാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ശേഷം ഒരു 7 ദിവസത്തിന് ശേഷമൊക്കെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ കനിവ് നിങ്ങളിലേക്ക് ലഭിച്ചു എന്ന് തന്നെ നിങ്ങൾക്ക് കരുതാം. അത്രത്തോളം മാറ്റം. സ്വന്തമായി ഒരു ഗൃഹമെന്ന സ്വപ്നം, അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണമെന്ന സ്വപ്നം പൂവണിയാൻ പോവുകയാണ്. ഒരു ബിസിനസ്സൊക്കെ ചെയ്യണം. ഇന്നത്തെ കാലത്ത് ബിസിനസ്സൊക്കെ ചെയ്യണമെന്ന ആഗ്രഹം ഇല്ലാത്തവരെ ആരും തന്നെയില്ല. വളരെ വലിയ രീതിയിൽ ശോഭിക്കാനൊക്കെ സാധിക്കുന്ന ഒരു മേഖല കൂടിയാണ് ബിസിനസ്. അപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും അത് വിപുലീകരിക്കാനും ഒന്നുകൂടി അതിനെ വിപുലീകരിച്ചെടുക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. 11 നക്ഷത്രക്കാർക്കാണ് 3 വർഷക്കാലത്തേക്ക് ഈ മഹാഭാഗ്യം ആരംഭമായിരിക്കുന്നത്. മെയ് 14-നാണ്, അതായത് കഴിഞ്ഞ 14-നാണ് വ്യാഴമാറ്റം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈശ്വര വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഈ ഭാഗ്യത്തെ പൂർണ്ണ തോതിൽ നിങ്ങളിലേക്ക് എടുക്കുവാൻ അല്ലെങ്കിൽ നേടിയെടുക്കുവാൻ. ഇതൊക്കെ നല്ല സമയമാണ്. ഗ്രഹമാറ്റമൊക്കെ നടക്കുന്നുണ്ട്, അതൊരു വശത്തിരിക്കട്ടെ. ഇതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങളിലേക്ക് ലഭിക്കണമെങ്കിൽ പ്രാർത്ഥന അനിവാര്യമാണ്. ക്ഷേത്ര ദർശനം കഴിയുന്ന സമയങ്ങളിൽ, അതും മാസത്തിൽ ഒരിക്കൽ നിങ്ങളുടെ പക്കനാളൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. പ്രാർത്ഥനയാണ് ഈ ഗ്രഹമാറ്റങ്ങളുടെയൊക്കെ ഗുണാനുഭവത്തെ പൂർണ്ണ തോതിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിന് മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ആരാണ്? നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഗ്രഹമാറ്റമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളിലേക്ക് ഈ പവറിനെ, അതായത് ഈ പോസിറ്റിവിറ്റി, ഈ വെൽത്തിനെ, ഈ എനർജിയെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയാണ് നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം. കൂടാതെ നിങ്ങൾ കർമ്മവും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു സമയം പുതിയ ഗൃഹമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്പം വസ്തുവൊക്കെ വാങ്ങിക്കാൻ, ഒരു പുതിയ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. അതിനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എൻ്റെ പോക്കറ്റിൽ 5 പൈസയില്ല, കടത്തിന് മേൽ കടത്തിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത്, മകളെ വിവാഹം കഴിച്ചയച്ചു, അതിന് എന്തെങ്കിലും കൊടുക്കാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. മാതാപിതാക്കളാണ് ചിന്തിക്കുന്നത്, സ്വാഭാവികവുമാണ്. അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് തന്നെയാണ്, എങ്ങനെ എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കുമെന്ന്. സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമാക്കി തരുന്നത്, അല്ലെങ്കിൽ കരസ്ഥമാക്കി തരുന്നത്. നല്ല സമയമാണ്. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥനയാണ് ഇതിനെ ഏറ്റവും ഗുണാനുഭവം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ ഗുണങ്ങൾ കൊണ്ടുതരുന്നതെന്ന് നിങ്ങൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. കാരണം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചിലറിയ നേർച്ചകളൊക്കെ പറയുന്നതിലൂടെ തന്നെ അതൊക്കെ തട്ടി നീങ്ങി പോയിട്ടില്ലേ? മകൻ്റെ വിദ്യാഭ്യാസ കാര്യം, അല്ലെങ്കിൽ മകൻ്റെ വിവാഹം, മോളുടെ വിവാഹം, അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തന്നില്ലേ? അപ്പോൾ ആ ഭഗവാന് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് നിങ്ങൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള സമയം ഇനിയും അതേപോലെ പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകേണ്ടതാണ്. പ്രാർത്ഥന അനിവാര്യമാണ്. കൂടാതെ ദേവാലയ ദർശനം, നമ്മളിലുള്ള ആ നെഗറ്റിവിറ്റിയൊക്കെ പുറന്തള്ളാനായി ദേവാലയ ദർശനത്തിലൂടെ സാധിക്കും. അപ്പോൾ പോകുമ്പോൾ കയ്യും വീശി പോകാതിരിക്കുക. എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു തുളസി കതിരെങ്കിലും ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ അറിയുന്നവരല്ലേ സാക്ഷാൽ ഭഗവാൻ പൊന്നുതമ്പുരാൻ. അപ്പോൾ പ്രാർത്ഥിക്കുക. നേട്ടവും ഭാഗ്യവും അനിവാര്യമായ, അല്ലെങ്കിൽ ലഭിക്കേണ്ട ഒരു സമയത്തിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈശ്വര പ്രാർത്ഥന, ദേവാലയ ദർശനം ഒക്കെ വളരെയധികം ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ആ
11 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് കൂടി നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമുക്ക് നോക്കാം ആ 11 നക്ഷത്രക്കാർ ആരൊക്കെയെന്ന്. വ്യാഴം അനുകൂലമായി മാറിയ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഇവർക്ക് വ്യാഴം 2ാം ഭാവത്തിലായിരുന്നു, അവിടെ നിന്ന് ഇപ്പോൾ 3ാം ഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ ഫലമായി അപ്രതീക്ഷിത ധനനേട്ടമുണ്ടാകും. കൂടാതെ പഴയകാല നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങളാകാം, അതേപോലെ ചില ബന്ധുക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിമിത്തം അകന്ന് കഴിയുന്നുണ്ടെങ്കിൽ അകൽച്ചയൊക്കെ മാറി ഒന്നിച്ചു ചേരാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. സന്തോഷമുണ്ടാകുന്നതാണ്, സമാധാനം വർദ്ധിക്കുന്നതാണ്, ധനം വന്നു ചേരുന്നതാണ്. ലോട്ടറി പോലെയുള്ള ഭാഗ്യ പദ്ധതികളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. എങ്കിലും ശ്രദ്ധ വേണം. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും അല്പം ശ്രദ്ധ, കരുതൽ, 2 തവണ ആലോചിക്കുക. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എത്രത്തോളം ശരിയാണ് എന്നത്, ശരിയാകും എന്നത് ആലോചിക്കുക. ഭഗവാൻ ഏത് ദേവനെയാണോ ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? നമുക്ക് ഒരു ഇഷ്ടദേവൻ കാണും, ഏതൊരു മനുഷ്യനും ഇഷ്ടദേവൻ ദേവി അങ്ങനെ കാണും. അപ്പോൾ അവരോട് പ്രാർത്ഥിക്കുക, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് പൂർണ്ണ വിജയമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുക. ശ്രദ്ധ അനിവാര്യമായ സമയമാണ്. ജോലി ലഭിക്കുന്നതാണ്, പ്രൊമോഷൻ ഉണ്ടാകുന്ന സമയമാണ്. കൂടാതെ വിവാഹ യോഗമൊക്കെ തെളിയുന്നുണ്ട്. പ്രണയ സാഫല്യം ഉണ്ടാകുന്ന സമയമാണ്. കച്ചവടം ചെയ്യുന്ന ആളുകൾ, അതായത് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അത് മെച്ചപ്പെടുന്ന സമയമാണ്. പരീക്ഷയിൽ വിജയമുണ്ടാകുന്ന സമയം തുടങ്ങിയപ്പോൾ ഈ 3 വർഷക്കാലത്തിനുള്ള കാര്യമാണ് പറയുന്നത്. ജീവിതത്തിലെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സാഹചര്യങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം മാറാൻ തുടങ്ങിക്കഴിഞ്ഞെങ്കിലും 14-ാം തീയതി തുടങ്ങിയ മാറ്റം 7 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് തന്നെയാണ്. 3 വർഷക്കാലത്തിനുള്ളിൽ പല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമാകുന്നതാണ്. സമൃദ്ധി ഉണ്ടാകുന്നതാണ്. ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ കഴിയുന്നതാണ്. അപ്പോൾ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പാനകം വഴിപാടായി സമർപ്പിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും കൂടാതെ ശാസ്താവിന് നീരാഞ്ജനമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഫലങ്ങൾ ഇരട്ടിയായി നിങ്ങളിലേക്ക് എത്തുന്നതിനും സഹായകമാകും. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കും വ്യാഴം 8-ലായിരുന്നു, ഇപ്പോൾ 9-ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആഗ്രഹങ്ങളൊക്കെ അതിനാൽ നടക്കുന്നതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. എന്ന് വെച്ചാൽ പ്രതിസന്ധികളൊക്കെയും ഒഴിയുന്നതാണ്. നഷ്ടപ്പെട്ട ചില ധനങ്ങളുണ്ട്, അത് കുടുംബ സ്വത്താകാം, ഏതെങ്കിലും കാരണവശാൽ വിറ്റ് നമ്മൾ പറയാറുണ്ട് അവനത് മൊത്തം നശിപ്പിച്ചു എന്നത്. ആ ഒരു കാലം നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകേണ്ട മുതലുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇനി അത് തിരിച്ചു പിടിക്കാനുള്ള സമയമാണ്. 3 വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾ എഴുതി വെച്ചുള്ളൂ, പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാകുന്നതാണ്. പിണക്കങ്ങൾ മാറി കുടുംബത്തിലേക്ക് സന്തോഷമുണ്ട്. അതായത് ചിലപ്പോൾ കുടുംബത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിലുള്ള പിണക്കങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ പിണങ്ങി നിൽക്കുന്നവരൊക്കെ രമ്യതയിലായി എത്താനുള്ള ഭാഗ്യവും ഇവിടെ വ്യാഴത്തിൻ്റെ മാറ്റം നിമിത്തം ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതാണ്. ഉപരിപഠനത്തിന് യോഗം തെളിയുന്നുണ്ട്. കൂടാതെ വിദേശ യാത്രാ ഭാഗ്യം, കഴിഞ്ഞ കുറേ നാളുകളായുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ആ ആഗ്രഹം ഉടൻ തന്നെ 3 കൊല്ലത്തിനുള്ളിൽ തന്നെ, അതായത് അത്രയും കാലമൊന്നും നീണ്ടു പോകില്ല, ഈ മാസം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അതിനുള്ള പേപ്പറുകളൊക്കെ എത്തുന്നതായിരിക്കും. പുതിയ ജോലി ഭാഗ്യം അത് എഴുതി വെച്ചിരിക്കുന്നതാണ്. അനുഭവത്തിൽ വരാനുള്ള ആ നേട്ടങ്ങളും ഭാഗ്യങ്ങളും അനുഭവിക്കേണ്ടതായി. കാരണം നിങ്ങൾ ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിച്ചില്ലേ. എല്ലാ മനുഷ്യനും എപ്പോഴും ദുഃഖങ്ങൾ എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. നല്ല സമയമാകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന, വീണ്ടും പറയുന്നു, പ്രാർത്ഥനയുടെ ഫലമെന്നോണം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് ഗുണകരമായി എത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമെന്ന് മാത്രമേ നമ്മൾക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റൂ. ഗ്രഹമാറ്റങ്ങളൊക്കെ നടന്നാലും നമ്മുടെ പ്രാർത്ഥന ആണ് ആ മാറ്റത്തെ നമ്മളിലേക്ക് പൂർണ്ണ തോതിൽ എത്തിക്കുന്നത്. ഇവിടെ വിദേശ യോഗമൊക്കെ തെളിയുന്നുണ്ട്. ഭാഗ്യമാണ്. കഷ്ടപ്പാടുകളെല്ലാം ഒഴിയുന്ന സമയമാണ്. ദേവീ ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. കൂടാതെ നിങ്ങളുടെ നക്ഷത്രം വരുന്ന, അതായത് നാളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, ഗണപതി ഹോമം നടത്തിക്കുക. അത് നിങ്ങളുടെ പേരിൽ മാത്രമാക്കേണ്ട. കുടുംബത്തിൽ 5 പേരുണ്ടോ 5 പേരുടെയും പേരിൽ, എത്ര അംഗങ്ങളുണ്ടോ കുടുംബത്തിൽ അവരുടെ എല്ലാം പേരിൽ ഒരു ഗണപതി ഹോമമൊക്കെ കഴിപ്പിക്കുക. വലിയ കാശൊന്നും ആവുകയില്ലല്ലോ. പിന്നെ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. നെയ്വിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാനോട് പറയുക. അതായത് നമ്മൾ ആ ചൈതന്യത്തെ പേടിയൊക്കെ വേണം, ഭയഭക്തി ബഹുമാനം ഒക്കെ വേണമെങ്കിലും നമ്മളുടെ ആ ഒരു കൂട്ടുകാരനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആ കുടുംബത്തിലെ അംഗമായിട്ട് കണ്ട് നമ്മളുടെ വിഷമങ്ങൾ പറയുകയും അത് ഭഗവാൻ കേൾക്കുകയും അദ്ദേഹം നമുക്ക് സൊല്യൂഷനൊക്കെ പറഞ്ഞു തരികയും, അങ്ങനെ ആ ഒരു രീതിയിൽ ഇനി മുതൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ അദ്ദേഹത്തിലൊക്കെ ഉള്ള, അല്ലെങ്കിൽ ആ ചൈതന്യത്തിലേക്കുള്ള ആ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു യാത്ര വളരെയധികം എളുപ്പമാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ഇനി നിങ്ങളെ ഈ താഴ്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് കയറ്റാനായി പോകുന്നത്. അവിട്ടം,
ചതയം പൂരുരുട്ടാത നക്ഷത്രക്കാർക്കും ഭാഗ്യമാണ്. വരുമാനത്തിലൊക്കെ ഗണ്യമായ തോതിലുള്ള വർധനവുണ്ടാകുന്ന സമയമാണ്. കാല് സംബന്ധമായ ചില അസുഖങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. അതിന് മരുന്നൊക്കെ കഴിക്കാതിരിക്കുന്നവരുണ്ടാകും, മരുന്ന് കഴിക്കുന്നവരുമുണ്ടാകും. ഏതായാലും അത് മാറാനുള്ള സമയമൊക്കെ തെളിയുന്നുണ്ട്. ഒരുപാട് നാളായി കാലിൻ്റെ വേദന, മുട്ടുവേദന എന്നൊക്കെ പറഞ്ഞാൽ അത് ആ കാലിനാണ് വേദനയെങ്കിലും ഇപ്പോൾ ശരീരത്തെ മുഴുവൻ ആ വേദന ടെൻഷനുണ്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുന്ന സമയമാണ്, സമൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. വ്യാഴം 4-ലായിരുന്നു, ഇപ്പോൾ 5-ലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ വിദേശ യോഗമൊക്കെ തെളിയുന്നതാണ്. പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ലോട്ടറി പോലെയുള്ള ഭാഗ്യ പദ്ധതികൾ പരീക്ഷിക്കുകയാണെങ്കിൽ വിജയമുണ്ടാകുന്നതും ചെറിയ തുകയെങ്കിലും നിങ്ങൾക്ക് അടിക്കാനുള്ള യോഗമുണ്ട്. ഒന്നിലധികം മാർഗങ്ങളിലൂടെ വരുമാനം കണ്ടെത്താനായി ചെറിയ അതായത് ഇപ്പോൾ നല്ല ഒരു ജോലി ചെയ്യുന്നവരാണെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ പാർട്ട് ടൈമായിട്ടൊക്കെ ജോലി ചെയ്തായാലും വരുമാനങ്ങൾ ധാരാളം എത്തേണ്ട സമയം കൂടിയാണ്. സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. വിവാഹ ഭാഗ്യം തെളിയുന്നുണ്ട്. ദാമ്പത്യ സുഖം ഉണ്ടാകുന്നതാണ്. ബന്ധങ്ങൾ ദൃഢമാകുന്ന സമയം കൂടിയാണ് തുടങ്ങിയിട്ടിരിക്കുന്നത്. അല്പം അനേക ഉല്ലാസയാത്രകളൊക്കെ നടത്താനുള്ള ഭാഗ്യം. ഒരുപാട് നാളായി പുറത്തൊന്നും പോകുന്നില്ല, കുടുംബമായി സമയം ചിലവഴിക്കുന്നില്ല എന്നുള്ള വിഷമങ്ങളൊക്കെ മാറി. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. എന്നിരുന്നാലും കുടുംബത്തോടൊപ്പം ഓരോ നിമിഷങ്ങളും സന്തോഷകരമായി ചിലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് അവൽ നിവേദ്യം കഴിപ്പിക്കുക, ദേവീ ക്ഷേത്ര ദർശനം നടത്തുക, കുങ്കുമാർച്ചന കഴിപ്പിക്കുന്നതും കൂടാതെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഉത്തമമാണ് കേട്ടോ. അതും എച്ചിൽ ഭക്ഷണമല്ല. നിങ്ങൾ കഴിക്കാൻ പോകുന്നതിന് മുൻപ് ചോറ് അല്പം ഒരു പാത്രത്തിലെടുത്ത് അത് കൊണ്ടുവന്ന് കാക്ക എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു കുറച്ചൊരു ഇല കീറി അതിലേക്ക് വെച്ചിട്ട് മാറിപ്പോവുക. കാക്ക വന്ന് കഴിച്ചോളും. ആദ്യം അല്പം ബുദ്ധിമുട്ടുകളൊക്കെ കാണും ചിലപ്പോൾ കാക്കയ്ക്ക് കഴിക്കാൻ. കാരണം പിന്നീട് ഡെയിലി ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ദോഷവും മാറും. കാക്കയ്ക്ക് അവിടെ നിന്ന് ഡെയിലി ഭക്ഷണം കിട്ടുമെന്നുള്ള ചിന്ത വരുമ്പോൾ അത് വന്ന് താനേ കഴിച്ചു കൊള്ളുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതി, ശുഭകരമാകും. മകം പൂരം നക്ഷത്രക്കാർക്കും നല്ല സമയമാണ് വ്യാഴം നൽകുന്നത്, ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വ്യാഴം 10-ലായിരുന്നു, ഇപ്പോൾ 11-ലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായി ജോലി സാധ്യത വളരെയധികം വർദ്ധിക്കുന്നതാണ്. കോടതി കേസ്, വഴക്ക്, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുരോഗതി, നേട്ടം, എന്തെങ്കിലും വസ്തു സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകുന്നതാണ്. വിവാഹ ഭാഗ്യം തെളിയുന്നതാണ്. വസ്തുക്കളൊക്കെ ചുളുവിൽ, അതായത് നിങ്ങൾക്ക് അനുകൂല സമയമായതിനാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വിലയിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ്. സന്താന ഭാഗ്യം ഉണ്ടാകുന്ന, ആഭരണമൊക്കെ വാങ്ങാനും അണിയാനും ഒക്കെയുള്ള യോഗം ഉണ്ടാകുന്നതാണ്. ബന്ധുക്കൾ നിമിത്തം നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. സമൃദ്ധിയാണ്, സന്തോഷമാണ്. കൂടാതെ നേട്ടം, സമൃദ്ധി, ഐശ്വര്യം, ഭാഗ്യം ഇതൊക്കെ ഈ 3 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ ഒരു അളവിൽ തന്നെ ലഭിക്കുന്നതാണ്. പ്രാർത്ഥന അനിവാര്യമാണ്. ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക. വിഘ്നങ്ങളൊക്കെ ഭഗവാൻ വിനായകൻ ഒഴിച്ചു തരുന്നതാണ്. ശാസ്താവിന് എള്ളുപായസം നേദിക്കുക, ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം തുടങ്ങിയവയൊക്കെ കാര്യങ്ങൾ ചെയ്ത് അനുകൂലമായ ആ ഒരു ഫലത്തെ പൂർണ്ണ തോതിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയും വഴിപാടുകളും കൊണ്ടും സാധിക്കുന്നതാണ്.